ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 വർഷഫലത്തെക്കുറിച്ചാണ്. അത് ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഈ പൊയ്പോയ വർഷം, അതായത് 2024 വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളും നാശങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ ജനാവലി തന്നെയുണ്ട്. പല കാര്യങ്ങൾക്കും പ്രവർത്തിച്ച് നല്ല വിജയത്തിലേക്ക് വന്നവർ പെട്ടെന്ന് ഡൗൺ ആയി പോവുകയും രോഗാവസ്ഥകൾ വരികയും കടങ്ങൾ വർദ്ധിക്കുകയും പല രീതിയിലും അടച്ചാലും ലോണുകളൊക്കെ തീരാതെ വരിക, വരുമാനം കുറഞ്ഞു വരിക, ശത്രുത മനോഭാവം വർദ്ധിക്കുക, ഇങ്ങനെയൊക്കെ വിഷമിച്ച ധാരാളം ആൾക്കാർ ഈ 2024 ധനു രാശിക്കാരുണ്ട്. 2025 ധനു രാശിക്കാർക്ക് ദൈവാധീനം വർദ്ധിക്കുന്നു. കവടിയൊക്കെ നോക്കിയതിൽ ദൈവാധീനം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഭാഗ്യവും വർദ്ധിക്കുന്നു. ഭാഗ്യഭാവത്തിന്റെ അധിപന്റെ ഇഷ്ടഭാവ സ്ഥിതി കൊണ്ടും ഒക്കെ അങ്ങനെയാണ് കാണുന്നത്. അത് ഏറ്റവും പ്രധാനമായിട്ട് വ്യാഴത്തിൻ്റെ ആനുകൂല്യമൊക്കെ വർദ്ധിച്ചു വരികയും രാഹുവിൻ്റെ ദോഷങ്ങളൊക്കെ മാറി വരികയും ചെയ്യും. ഇതൊക്കെ വളരെ വിശേഷമാണ്. അതായത് ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വളരെ നല്ല ഒരു വർഷമാണ് 2025. സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നിച്ച് തൊഴിൽപരമായ പുരോഗതിയും വന്നിച്ച് സംശയിക്കേണ്ട, ഉറപ്പായും ലഭിക്കും. കാര്യങ്ങൾക്ക് ഒരു വിജയങ്ങൾ വന്നു ചേരും. ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും നഷ്ടങ്ങളും പരാജയങ്ങളും ഏറ്റുവാങ്ങിയ ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാട, ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർ വിജയങ്ങൾ കണ്ടു തുടങ്ങും. ഈ വർഷം മുതൽ നല്ല വിജയത്തിലേക്ക് എത്തിച്ചേരും. ജാതകാൽ കൂടി അനുകൂലമാണ് എങ്കിൽ കൂടുതൽ വിജയങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ സാമ്പത്തികം മിച്ചം വരിക, പണം ആവശ്യം കഴിഞ്ഞ് മിച്ചം വരും. അങ്ങനെ കടങ്ങളൊക്കെ വീടുന്നതിനോ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനോ മറ്റ് ഏതെങ്കിലും കാര്യങ്ങൾ ഒക്കെ സാധിക്കുക, മനസ്സിന് ആഗ്രഹിച്ച കാര്യങ്ങൾ പണം കൊണ്ട് സാധിക്കുക വഴി സന്തോഷമുണ്ടാകുന്ന ഒരു വർഷം. മറ്റൊരു പ്രധാന കാര്യം ദാമ്പത്യ ജീവിതമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് വളരെ ഐശ്വര്യപൂർണമായ കാര്യം. വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ടും ഒക്കെ അങ്ങനെയാണ് കാണുന്നത്. ദമ്പതികളായിട്ടുള്ളവർക്ക് ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഗൃഹോപകരണങ്ങൾ സ്വന്തമായിട്ട് ലഭിക്കുന്നതിനും ആഭരണം, വസ്ത്രം എന്നിവയൊക്കെ സ്ത്രീകൾക്ക് ആയാലും പുരുഷന്മാർക്കായാലും ഒക്കെ നല്ല നല്ല ആഭരണങ്ങൾ വന്നു ചേരുന്നതിനും വാഹനം വന്നു ചേരുന്നതിനും ഒക്കെ യോഗം. അതുപോലെ തന്നെയാണ് ഗൃഹം പുതുക്കിപ്പണിയുക, അതിനും യോഗമുണ്ട്. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് വിവാഹം സുനിശ്ചിതമായും ഈ വർഷം നടക്കുവാനുള്ള 100% ഒരു ആനുകൂല്യം, ദൈവാനുകൂല്യം ഉള്ള ഒരു വർഷമായിട്ടാണ് കണക്കാക്കുന്നത്. ധനം ആവശ്യത്തിന് മാത്രം ചിലവാക്കുക. എപ്പോഴും ഉദ്ദേശിച്ചതുപോലെ തന്നെ ധനം വരണമെന്നില്ല. വന്നു ചേരുന്ന ധനം വിനിയോഗിക്കുന്നതിൽ അതീവ ജാഗ്രത ആവശ്യമാണ്. ചെയ്യാത്ത കുറ്റത്തിന് ചില സന്ദർഭങ്ങളിലെങ്കിലും ചില അപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ മറ്റ് ശത്രുക്കളുടെ ഇടയിൽ നിന്നുണ്ടാകുവാൻ സൂചനയുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതും ആൾക്കാരുമായിട്ട് അകൽച്ച ഉണ്ടാകുമ്പോൾ അവർ ചിലപ്പോൾ ചില ശത്രുതാ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്നതിനുമൊക്കെ സൂചനയുണ്ട്. അത് തൊഴിൽപരമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ ക്ലേശങ്ങൾ വരാതെ ഇരിക്കുവാൻ പ്രത്യേകം പ്രൊട്ടക്ഷനൊക്കെ എടുക്കുന്നത് നല്ലതാണ്. അതായത് ശാരീരികമായ മറ്റ് ഉപദ്രവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാൻ ഏലസുകളൊക്കെ ധരിക്കുന്നത് ഈ വർഷം വളരെ നല്ലതാണ്. പുണ്യകാര്യങ്ങളിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ദാനധർമാദികൾ ചെയ്യുവാനായിട്ടും
അവസരങ്ങൾ വന്നുചേരും. മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനും സൽക്കാരങ്ങളിൽ പങ്കാളികളാകുന്നതിനും ഒക്കെ യോഗമുള്ള ഒരു വർഷമാണ്. മേലധികാരികളിൽ നിന്ന് കീഴ് ജീവനക്കാരിൽ നിന്നും സഹകരണമുണ്ടാകുന്ന ഒരു വർഷമാണ്. അതുവഴി തൊഴിൽ പ്രവർത്തനങ്ങളൊക്കെ സുഗമമായിട്ട് നടക്കുന്നതിനും നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സൂചനകൾ. സ്ഥാനമാനങ്ങളൊക്കെ വന്നു ചേരുക, കരാർ ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് കരാർ വേണ്ട രീതിയിൽ പൂർത്തിയാക്കി വ്യവസ്ഥകളൊക്കെ പാലിച്ച് ഉത്തരവാദിത്തപ്പെട്ട ജോലികളൊക്കെ ഏൽപ്പിച്ച് പൂർത്തിയാക്കുന്നതിനൊക്കെ യോഗമുണ്ട്. അതുപോലെ തന്നെ പൂർവികമായ സമ്പത്ത് വന്നു ചേരുവാനും യോഗമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ജീവിത പങ്കാളിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ധനം വന്നു ചേരുവാൻ യോഗമുണ്ട്. കടം കൊടുക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ജാമ്യം നിൽക്കുന്നതും മറ്റൊരാൾക്ക് വേണ്ടി കരാർ ഉടമ്പടി പ്രകാരം പണം വാങ്ങിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ സാക്ഷിയായിട്ട് ഒപ്പിടുന്നതുമൊക്കെ വളരെ ആവശ്യമാണ്. അതുപോലെ ക്ഷമ, വിട്ടുവീഴ്ച, ഇതൊക്കെ വളരെ ആവശ്യമാണ്. സമൂഹത്തിൽ ഒരു നല്ല സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനോ ഏതെങ്കിലും തരത്തിൽ ചില നല്ല സുഹൃത്തുക്കൾ, അധികാരത്തിലിരിക്കുന്നവർ ചങ്ങാതിമാരായിട്ട് വരുന്നതിനുമൊക്കെ യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നിച്ച് പലതരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ എഴുതുന്ന ധനു രാശിക്കാർക്ക് നല്ല രീതിയിൽ മാർക്ക് വാങ്ങിച്ച് സ്കോർ ചെയ്യുവാൻ, ഉദ്യോഗത്തിൽ കയറുന്നതിനായാലും മറ്റ് ഉപരിപഠന കാര്യങ്ങൾക്കൊക്കെ ആയാലും ടെസ്റ്റുകളൊക്കെ എഴുതി പാസ്സാകുന്നതിന് യോഗം. ദീർഘദൂര യാത്ര ചെയ്യുന്നതിനും വളരെ യോഗമുള്ള ഒരു വർഷമാണ്. ഒരു ഇരുട്ടിലൊക്കെ കഴിഞ്ഞിട്ട് വാതിലൊക്കെ തുറന്ന് ഒരു വെളിച്ചത്തിലേക്ക് ഇറങ്ങി വരുന്നത് പോലെ 2025 പൊതുവെ ഈ ധനു രാശിക്കാർക്ക് വളരെ ഐശ്വര്യദായകമാണ്. കൂടുതൽ അഭിവൃദ്ധിക്കായിട്ട് രാശിയുടെ അധിപനായ സർവേശ്വരകാരകനായ വ്യാഴപ്രീതിക്കായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും കൂടാതെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഉത്തമമാണ്. നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വഴി ഏതെങ്കിലും തരത്തിലുള്ള മാനാപമാനങ്ങളോ അതല്ല ദേഷ്യമൊക്കെ ഒഴിവായി പോകുന്നതിനും നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്നതിനും സുഹൃത്തുക്കളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുന്നതിനും കുടുംബത്തെ ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കുവാൻ നല്ല ഒരു അനുകൂലമാണ്. മഹാദേവന് ജലധാരയൊക്കെ വഴിപാടായിട്ട് ചെയ്യുക. അധികാരങ്ങൾ വന്നു ചെയ്യും. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും, സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യുന്നവരായാലും, മറ്റ് പൊസിഷനിലൊക്കെ ഇരിക്കുന്ന അല്ലെങ്കിൽ പൊസിഷനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കുമൊക്കെ പല വിധത്തിലുള്ള നേട്ടങ്ങളും വന്നു ചെയ്യും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി. അതായത് വിവാഹ തടസ്സമായാലും തൊഴിൽ തടസ്സമായാലും മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയുവാൻ, ഒരു ദോഷ സമയമാണോ എന്നൊക്കെ വിചിന്തനം ചെയ്യുവാൻ, ജാതകാലുള്ളത് അറിയുന്നതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.